എൻ്റെ പേര് പ്രേമവല്ലി എ.വി. ഇവിടെ സി.എച്ച്. നഗറിലാണ് എൻ്റെ വീട്. ഞാൻ 39 കൊല്ലമായി ഇവിടെ ജോലി ചെയ്യുന്നു. നെയ്ത്ത് പണിയാണ്. ചെറുപ്പത്തിൽ 18 വയസ്സാകുമ്പോൾ നമ്മൾ ലോക്കൽ ഐറ്റംസ് ഉണ്ടാക്കും. പിന്നെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പാദിപ്പിക്കും. ഞാൻ ഇപ്പം ഷീറ്റാണ് നെയ്യുന്നത്, ബെഡ്ഷീറ്റ്. നമ്മൾ പിന്നെ നൂല് മേടിച്ച് അത് കൊണ്ടുവന്ന് പാണ്ടിയാക്കിയിട്ട് ചായമുറിയിൽ ഡൈ ഹൗസിൽ കൊണ്ടുപോയി അത് ആടുന്ന് പിന്നെ ചായ മുക്കാന്ന് വെച്ചാൽ ആദ്യം പുഴുങ്ങി നൂല്. അതിന് ഇത്ര സമയം വരെ പുഴുങ്ങണമെന്നില്ല. പുഴുക്ക് ശരിക്കും ആയിട്ടെങ്കിൽ നൂലിന് ഉറപ്പുണ്ടാവില്ല. അപ്പോൾ അത് പുഴുങ്ങി എന്നിട്ട് അത് ബ്ലീച്ച് ചെയ്തിട്ട് കളർ മുക്കിയിട്ടാകുമ്പോൾ ഇവിടെ കൊണ്ടുവരും. മെഴുകു തടും നമ്മ തട്ടും കൊള്ളി എടുത്തിട്ട് ഇങ്ങനെ തട്ടിയിട്ട് കുറച്ചും കൂടെ അത് ആ ഉടച്ചൽ മാറും. അതിന് ശേഷം നല്ല മെഴുകു തടിയിട്ട് സോഫ്റ്റ് ആകും. നമുക്ക് നെയ്യാനും കഴിയും. അല്ലെ പിന്നെ ഇത് കരവരിഞ്ഞിട്ട് തുണിയും വൃത്തി ഉണ്ടാവില്ല. കോമ്പ് ഉണ്ട്, നിങ്ങൾ ചീർപ്പ് പോലത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് ഈ ഓരോ ഇഴ എടുക്കും. ആ ഓരോ ഇഴ എടുത്തിട്ട് ചുറ്റിയിട്ടാണ് പാവാക്കും. ആ നൂല് പാവാക്കിയിട്ട് മകത്തിൻ്റെ മേലേക്ക് കയറ്റിയിട്ടാകുമ്പോൾ ഊടെ പോയിട്ടാകുമ്പോൾ തുണിയാവുക. അപ്പോൾ ഒരു പിന്നെ 60 ഇഞ്ചിന് ഇത്ര നൂല്, പിന്നെ 72 ഇഞ്ചിന് ഇത്ര, 48 ഒരു കണക്കുണ്ടാവും. ഒരു ഷീറ്റിനാണെങ്കിൽ 60 ഇഞ്ചിന് ഇത്ര നൂല് വേണം. അല്ലെ ആ വീതിക്ക് അനുസരിച്ചിട്ട് അതിന് നൂലിൻ്റെ എണ്ണം കൂടും. കയറ്റിയിട്ടാണ് പാവ് ആവുക. പാവാന്ന് ശരിക്കുള്ള നൂല് ഓടത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് കാലും കൈയും പ്രവർത്തിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അന്നേരം അത് തുണിയായിട്ട് വരും. അത് അതിനൊരു കയറുണ്ട് ഇങ്ങനെ, അത് വിൽക്കുമ്പോൾ അത് ഇങ്ങോട്ട് വരും. ഒരു പല്ല് എന്നാ പറയാ. ആ പല്ല് നെയ്തിട്ടാകുമ്പം പിന്നെ ആദ്യം വലിക്കുക. അപ്പം നമ്മൾ കാലെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് ഒന്ന് ചവിട്ടുമ്പോൾ ഒന്ന് പൊന്തും, മറ്റേ കാല് ചവിട്ടുമ്പോൾ അത് ഇങ്ങനെ അടുപ്പിക്കും. അന്നേരം ആ പടി എന്ന് പറയുന്ന ഒരു സാധനം അതിങ്ങനെ അടിക്കണം. ഇത് ഈ നൂലിയിലേ പോയിട്ടാകുമ്പോൾ അത് അടിച്ചാൽ അടുപ്പിക്കും. അത് അടിച്ചിട്ടാണ് തുണിയായിട്ട് വരും. അങ്ങനെ ആ തുണി ഈ അടിയിലെ റോളിലേക്ക് ഇങ്ങനെ ചൊറഞ്ഞ് വരും. ഒരു കളർ പാവാണെങ്കിൽ 10 കളർ വേണമെങ്കിലും കളർ മാറ്റിയിട്ട് ഊടിയാക്കാം. പാവും അങ്ങനെ പല കളറാണെങ്കിൽ ആ പാവ് പോലെ നെയ്യണ്ടിക്കൽ അതേപോലെ തന്നെ നെയ്യും ചെയ്യുക. ഒറ്റ കളർ ഒരു 5 കളർ പാവാണെങ്കിൽ ഇപ്പം ഞാൻ നെയ്യുന്ന 5 കളറാണ് ബെഡ്ഷീറ്റ്. 5 കളർ ഊടി നെയ്യുക. സാരി നെയ്യുന്നുണ്ട്, പിന്നെ തോർത്തുണ്ട്, തുവാല, പിന്നെ നമ്മൾ വിദേശത്തേക്ക് കയറ്റിയേക്കുന്ന ടവല്, അതിൻ്റെ പീസ്, ലുങ്കി, കാവി. 8 മണിയാ സമയം. അപ്പോൾ എല്ലാവരും എത്തേണ്ട ഒരു സമയം വെച്ചിട്ട് 8:10 അത് 8:20 ഇപ്പം. പിന്നെ 5 മണി വരെ. പിന്നെ ഇപ്പം ബെഡ്ഷീറ്റാണെങ്കിൽ 6 മീറ്റർ നെയ്യണം. മറ്റേ വേറെ എന്തെങ്കിലും അതിന് ഓരോ ഡിസൈൻ ഇത്ര ഉണ്ട്. എച്ച് നമ്പർ ഉണ്ട്. എച്ച് എന്ന് പറയും. 36, 48, 60 അങ്ങനെ. ഇന്ന് എച്ച് നമ്പറിലാണ്. ആ എച്ച് നമ്പറിന് ഇത്ര വർക്ക് ലോഡ് വേണം. 8 മീറ്റർ ആണെങ്കിൽ 8 മീറ്റർ നെയ്താൽ നമുക്ക് DA കിട്ടും. ഫുൾ DA വേണമെങ്കിൽ 8 മീറ്റർ നെയ്യണം. 8 മീറ്റർ ആണെങ്കിൽ പിന്നെ 6 മീറ്റർ ഇല്ലെങ്കിൽ 6 മീറ്ററിൻ്റെ DA കിട്ടുള്ളൂ. ഫുള്ളായിട്ടുണ്ടാവില്ല. ശരിക്കും 8:20 മുതൽ 6 മണി വരെ നമ്മൾ പണിയെടുക്കും. ആ സമയം ശരിക്കും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ മാത്രം എണീക്കും പോവും ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ബെഡ്ഷീറ്റ് 2.5 3 നല്ല പണിയല്ലോ സമയത്ത് ഒരു 10-12,000 റുപ്യേൻ്റെ എല്ലാം ഒരു 10,000 കൂട്ടാം. ഫുൾ പണി ഉണ്ടെങ്കിൽ ഒരു മാസം. ഇപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞേരം ഒരു സ്കൂൾ പൂട്ടിയ സമയത്ത് തുന്നലിന് പോയതാണ്. അപ്പോൾ ആടെ പോയാൽ ആടുന്ന് കുറേ ആൾ ഈ തുന്നലിന് വന്നവർ ഖാദി എനക്കെന്നാ ഇതെന്നൊന്നും അറിയില്ല. ഖാദി ബോർഡിൽ ഇങ്ങനെ പോകുന്നുണ്ട് വരുന്നത്. അങ്ങനെ ഞാനും പോയി അവരൊപ്പം. ആടെ പോയി ഒരു 5-6 മാസം എടുത്തിട്ടില്ല. അന്നേരം പിന്നെ നമുക്ക് അറിയുന്ന ഒരാളുണ്ടായിന്.
അവർ പറഞ്ഞു ആടപ്പം ഉണ്ടായിരുന്നു ഈട ഇങ്ങനെ സ്ത്രീകളെല്ലാം പണി എടുക്കുന്നുണ്ടല്ലോ ഈട വന്നു. അങ്ങനെ വന്നതാണ്. പിന്നെ പഠിക്കാൻ പോകണമെന്നൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് പണിയെടുക്കാൻ തുടങ്ങി. എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലാതെ ഒരു കുറവേ ഉണ്ടാവല്ലോ. പണിക്ക് വരാനൊരു മടിയുമില്ല. ഇപ്പം ഇല്ല, അന്നേരം ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ പ്രദേശത്തിലെ ഒരുപാട് കുടുംബങ്ങൾ ഈ സ്ഥാപനത്തിനെ ആശ്രയിച്ച് ജീവിച്ചവരാണ്. ഒരുപാട് ഇങ്ങനെ പറയാം ഈ മൊറഴ വീവേഴ്സിനെ ആശ്രയിച്ച് ജീവിച്ച ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ ഉണ്ട്, അന്നേരം ഉണ്ടായിന്. അവരെല്ലാം വീട്ടിലില്ല ഭർത്താവും ഭാര്യ എല്ലാവരും വന്ന് പണിയെടുക്കുന്നതാണ്. അവരുടെ ജീവിതത്തിൽ ഇപ്പം വീടായാലും പിന്നെ കല്യാണം കഴിച്ച അങ്ങനെയെല്ലാം ഇന്ന് സ്വരൂപിച്ചിട്ട് വെച്ചതിനെ കൊണ്ടാക്കിയ ആൾ തന്നെ ഒരുപാട് ആളുണ്ട്. സഹകരണ സ്ഥാപനം പിന്നെ നമ്മളൊരു പൊതുപ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടില്ല ഒരു സ്ഥാപനം കൂടിയാന്നല്ല. അതിൻ്റെതൊരു മാറ്റം ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാം വരുന്ന സമയത്ത് ഒരു 4-5 സ്ത്രീകൾ മാത്രം നെയ്ത്ത് മേഖലയിൽ നെല്ല് ചുറ്റാൻ അന്നേരം സ്ത്രീകളാണ്. നമ്മൾ വരുന്ന ആ സമയം മുതലാണ് സ്ത്രീകൾ എടുക്കാൻ തുടങ്ങിയത്. അന്നേരം മുമ്പ് സ്ത്രീകൾക്ക് ഇതാവൂല എന്നുള്ള ഇതിൽ നെയ്യാൻ ആരും എടുത്തില്ല. പിന്നെ എല്ലാവരും പഠിപ്പിച്ച് ഇപ്പം ഇല്ലത് 95% സ്ത്രീകളാണ്. പിരിഞ്ഞ കുറച്ചാൾ മാത്രമാണ് പുരുഷന്മാരായിട്ട് ഇടജോലി ചെയ്യുന്നത്. ആണുങ്ങൾ എടുക്കുമ്പോൾ തന്നെ വേതനം എല്ലാവർക്കും ഒരുപോലെയല്ലേ. ആണുങ്ങൾക്കും ഉണ്ടാവുക അത്ര അവരെ പോലെ ആവൂലെങ്കിലും അതിൽ ഒരു കുറച്ച് വ്യത്യാസത്തിൽ ഇപ്പം പിന്നെ അവരെക്കാട്ടും കൂടുതൽ എടുക്കുന്ന ആളും ഉണ്ട് കഴിയെങ്കിൽ എല്ലാവരും ഇപ്പം അതാർക്കും ഒരു വിഷയമല്ല. ഞാൻ വന്നിട്ട് ഇപ്പം ഇത്ര കൊല്ലമായില്ല. ഞാൻ വരുന്നതിന് മുമ്പിൽ ഒരു 5-6 ആളുണ്ടായിന്. അങ്ങനെ ഓരോ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചാൾ വന്നു, അങ്ങനെ അവർ വന്നു എന്ന് പറഞ്ഞാൽ വേറെ ആൾ, അങ്ങനെ 400-500 അടുക്ക പിന്നെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ഉണ്ടായിന്. പുരുഷന്മാർ വീഡിയോ ഒരു 5-10 പുരുഷന്മാരേ ഇല്ലു. ബാക്കി എല്ലാവരും പിരിഞ്ഞിട്ട് വയസ്സായിട്ട് പോയവർ 88 വയസ്സാണ് നമ്മളെ ഒരു കൊല്ലം കൂടി. ആരെങ്കിലും പോയാൽ ഒരിക്കൽ നമ്മൾ ചെന്നൈയിൽ ഒരു പരിപാടിക്ക് പോയിന്. ഇപ്പം നമ്മൾ എടുത്ത സാരി എടുത്ത 3 ആൾ. അപ്പോൾ ആടെയിലെ പോലീസുകാർ ലേഡി പോലീസ് ഉണ്ടാവും. എവിടുന്നാ വന്നേ സ്റ്റൈല് നല്ല സ്റ്റൈല് എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ഇതായല്ല. ഒരു പച്ചയും കറുപ്പും നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയ സാരി ഉടുത്തിട്ടാണ് പോയത്. അപ്പോൾ ചെന്നൈ പോകുമ്പോൾ ഇവിടുന്ന വന്നേ നമ്മൾ കണ്ണൂർക്കാരാന്നെല്ലാം പറയുമ്പോൾ അവർക്ക് ഭയങ്കര കൈത്തറി കണ്ണൂർ കൈത്തറിയാന്ന് പറഞ്ഞിട്ട് അതെല്ലാം നമുക്കൊരു അഭിമാനമല്ലേ. എല്ലാവരും കാണുമല്ലോ ഇന്ന് മൊറാഴ വീവേഴ്സ് നിന്ന് വരുന്നവരാന്ന് നമുക്കൊരു സ്ഥാപനത്തിനും ഒരു അഭിമാനമേ നമുക്കൊന്നും. ഇത് 68-68 ആ സമയം തുടങ്ങിയതാണ്. 68 ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. കൈത്തറി തുണികൾ കയറ്റുമതി ചെയ്തിട്ടുണ്ടായത് കണ്ണൂരിൽ നിന്ന്. കാഞ്ഞിരോട് സൊസൈറ്റി, പിന്നെ ഇരുണാവ്, ചെർക്കൽ, ഇതെല്ലാം പേര് കേട്ട സൊസൈറ്റികളല്ലേ ആയിരുന്നു. കല്ലാശ്ശേരി, മൊറ. ഇപ്പം പിന്നെ അഴീക്കോടിൽ ഇതിന് ശരിയായ കൈത്തറി ഗ്രാമമാണ്. ഇപ്പം അവിടെയൊന്നും ആരുമില്ല, ആരും പണിയെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പം കൈത്തറി ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചതാണ് അഴീക്കോട്. 400 ചില്ലറ 400-500 അടുക്ക തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു 170 കുറേ ആൾ പിരിഞ്ഞു പോയി. പിന്നെ വയസ്സായിട്ട് പണിയെടുക്കാൻ കഴിയാണ്ടായി. പിന്നെ ഇപ്പോൾ മേഖലയിലേക്ക് കടന്നു വരാണ്ടായി. കുറച്ചാണ് നല്ല കാലം ഉണ്ടായിന്. 50% ബോണസ് വരെ വാങ്ങിയ കാലം ഉണ്ടായിന്. നമ്മൾ പണിയെടുത്തതിന് നേരെ പകുതി. അന്നേരം വിദേശത്തേക്കെല്ലാം ഓർഡറും വേറെ ഏജൻസി മുഖാന്തരം വാങ്ങിയിട്ട്, പക്ഷെ അതൊന്നും കൂലിയും ചെലവും എത്താതെ കാരണത്താൽ അത് കുറഞ്ഞു വന്നിട്ട് ഇപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ കൈത്തറി യൂണിഫോം പദ്ധതി ഉണ്ടല്ലോ, ഈ 2016 മുതൽ അതാണ് കുറച്ച് തൊഴിലാളികൾ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ കൂലിയിലെല്ലാം ഒരു കുറവെല്ലാം ഉണ്ട്. ആദ്യം വരുന്ന കാലത്തെല്ലാം അന്നേരം 100 റുപ്യ നമ്മൾ 38 കൊല്ലം മുമ്പിൽ ഇല്ല 100 റുപ്യയും ഇന്ന് 2000 റുപ്യയുടെ വില ഉണ്ടാവില്ല. വെച്ചാൽ ഇതെല്ലാം ഇതിൻ്റെ സാമ്പത്തികമെല്ലാം കൊണ്ടുപോകാൻ കഴിയില്ല. നൂലിൻ്റെ ചായത്തിൻ്റെ വില വർധനവ്, അതിന് കണക്കായിട്ട് നമുക്ക് തുണിക്ക് വില കിട്ടണ്ടേ. ഇപ്പം മാർക്കറ്റിലെല്ലാം ചെറിയ പൈസക്കെല്ലാം തുണിയെല്ലാം വിൽപ്പന നടത്തുമ്പോൾ നമ്മളെ ഈ കൈത്തറിയോട് കൈത്തറി എന്ന് വെച്ചാൽ ദിവസം കഴിയുന്നതിനെ ചായത്തിന് നൂലിനും വില പൊന്തും. അതിന് കണക്കായി അന്നേരം തുണിക്കും വർദ്ധിപ്പിക്കാണ്ട് നമ്മൾ സ്ഥാപനത്തിന് കൊണ്ടുപോകാൻ കഴിയില്ല. മറ്റുള്ള ആനുകൂല്യങ്ങളിൽ PF, ഗ്രാറ്റുവിറ്റി, എല്ലാ ആനുകൂല്യം, ESI എല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പം കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയ സ്ഥാപനമാണ് കൈത്തറി.
പക്ഷെ ആ സ്ഥാപനം ഇത് അല്ല മൊത്തത്തിൽ കേരളത്തിൽ മൊത്തം തന്നെ ഇതിപ്പം തമിഴ്നാട് തൊട്ടൊന്നും ആടുന്നിരുന്നാലും തുണിയെല്ലാം കൊണ്ടുവരുന്നതുകൊണ്ട് ചെറിയ പൈസക്ക് തുണികളെല്ലാം കിട്ടാനുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇട്ട് തന്നെ ഇട്ടുകൊണ്ട് നിൽക്കൂലല്ലോ. അത്രയല്ലേ അവർക്ക് ഉപയോഗിച്ച് 2 3 വട്ടം ഉപയോഗിച്ചാൽ പിന്നെ അന്നേരം ചെറിയ പൈസക്കായാലും വാങ്ങിയിട്ട് നമ്മളിത് പിന്നെ ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞ കണക്ക് ഉപയോഗിച്ചാലും ഒന്നും പറ്റൂല. നമ്മളുണ്ടാക്കുന്നത് ബെഡ്ഷീറ്റായാലും വിരിച്ച് വിരിച്ച് മതിയാക്കുക, അത്ര തന്നെ. ഇനി സാരി ആയാലും ഒരു നിറം മങ്ങോ ഒന്നും ചെയ്യൂല, ഇത്ര ക്വാളിറ്റി ആയിരിക്കും. പക്ഷെ വിലയും ഇതൊന്നും താരതമ്യപ്പെടുത്താൻ കഴിയുന്നില്ല ഇപ്പം. ഇതിൽ പിന്നെ ഈ മേഖലയിലേക്ക് പുതുതായിട്ട് ആൾ കടന്നു വരുന്നില്ല. വേറെ IT മേഖല ഇതെല്ലാം പുരോഗമിച്ചില്ലേ, അന്നേരം നമ്മൾ ഈ ഇതിലേക്ക് വരാൻ ആൾ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഈ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല ഇന്നത്തെ കാലം. കോട്ടൺ പിന്നെ അതിന് വില കൂടുന്നത് മറ്റുള്ള ഇതുപോലല്ല, ഈ നൂലിൻ്റെയും ചായത്തിൻ്റെയും വില കൂടുതലാണ്. എല്ലാ മാസം ഓരോ മാസം തന്നെ കൂടി വരും വയ്യ. ഇതിലുണ്ടാക്കുന്ന കൃത്രിമം ഉണ്ടാവില്ലല്ലോ, ഒറിജിനൽ ഇതല്ലേ, പിന്നെ കെമിക്കലും മറ്റും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്ത് തന്നെ ആയാലും അതിന് വില കൂടാണ്ടിരിക്കാൻ കഴിയില്ല. നൂലിന് നമ്മൾ ഇവിടുന്ന് മിഷൻ്റെ അകത്തല്ല, കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമല്ല, അത്രയല്ലേ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് തന്നെ ആയാലും ആ കൈത്തറിക്ക് വില കൂടും. എന്നാലും നമ്മൾ പറയുന്നത് ഉപയോഗിക്കണം, കൈത്തറി തന്നെ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് നമ്മളെ